നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട പോർഷനാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഒക്കറിങ് ഇൻ ദ DNA സീക്വൻസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഇൻ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. അതായത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനിൽ അല്ലെങ്കിൽ ക്രോമസോമിൽ വരുന്ന വേരിയേഷൻ, വ്യത്യാസങ്ങൾ. അത് പെട്ടെന്നുണ്ടാകുന്നതാണ്, സഡൻ ആണ്. അത് പ്രീ ഡിറ്റർമിൻഡ് അല്ല, നേരത്തെ ഇന്ന രീതിയിൽ ചേഞ്ച് വരുത്തുന്നു അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഓൾ ഓഫ് എ സഡൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സഡൻ ആയിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഹെറിറ്റബിൾ ആണ്. ഹെറിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അത് എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ, എൻ്റെ യങ് വൺസിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ കയ്യോ കാലോ മുറിഞ്ഞോ ഒടിഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അത് സൊമാറ്റിക് സെൽ വേരിയേഷനാണ്. ഈ ജനറ്റിക് വേരിയേഷനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ് വേരി ചെയ്യാനുള്ള ഒരു കാരണമാണ്. നമ്മുടെ ഈ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്, അതായത് ഒരു ക്യാരക്ടർ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് എങ്ങനെ പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ കുറേ കണ്ടു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് വേരിയേഷൻ എങ്ങനെ സംഭവിക്കുന്നു, വ്യത്യാസങ്ങൾ, പാരൻസും ഓഫ് സ്പ്രിങ്സും എങ്ങനെ, എന്തുകൊണ്ട് വേരി ചെയ്യുന്നു, ഒരു പാരൻസിൻ്റെ തന്നെ ഓഫ് സ്പ്രിങ്സ് തമ്മിൽ വേരി ചെയ്യുന്നു, വൈ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ അതിൽ ഒരു കാരണം റീകോമ്പിനേഷനാണ് വേരിയേഷൻ്റെ, വേറൊരു കാരണം മ്യൂട്ടേഷനാണ്. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഒക്കറിങ് ഇൻ ദ DNA സീക്വൻസ്. DNA-യിൽ അല്ലെങ്കിൽ ആ DNA-യും പ്രോട്ടീനും കൂടിയാണ് ക്രോമസോം ഉണ്ടാകുന്നത്. അപ്പോൾ ക്രോമസോമിൽ വരുന്ന ചേഞ്ചിനാണ് എന്ത് പറയുക, മ്യൂട്ടേഷൻ എന്ന് പറയാം. അത് ജീനോടൈപ്പ് മാറ്റും, ഫീനോടൈപ്പും മാറ്റും. ആ DNA-യിൽ വ്യത്യാസം വരുമ്പോൾ അത് ഫീനോടൈപ്പിലും ജീനോടൈപ്പിലും വേരിയേഷൻസ് ഉണ്ടാക്കും. റീകോമ്പിനേഷൻ ആൻഡ് മ്യൂട്ടേഷൻ ലീഡ്സ് ടു വേരിയേഷൻ ഇൻ DNA. DNA-യിൽ വേരിയേഷൻ വരാനുള്ള രണ്ട് കാരണങ്ങളാണ് റീകോമ്പിനേഷനും മ്യൂട്ടേഷനും. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എത്ര ടൈപ്സ് ഉണ്ട്? രണ്ട് തരത്തിലാണ് മേജറായിട്ട് പറയുന്നത്. പോയിന്റ് മ്യൂട്ടേഷൻ, പിന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ക്രോമസോം മ്യൂട്ടേഷൻ എന്ന് പറയും കേട്ടോ. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മ്യൂട്ടേഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. അതായത് കഴിഞ്ഞ കൊല്ലം DNA-യുടെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അഡിനൈൻ. DNA-യിൽ നൈട്രജൻ ബേസസ് ഉണ്ട്. അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നൈട്രജൻ ബേസസ് ഉണ്ട്. അപ്പോൾ ഈ DNA-യിലെ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ്, ഇപ്പോൾ ഫസ്റ്റ് ക്രോമസോം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പെർട്ടിക്കുലർ ജീൻ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. ആ ജീനിൻ്റെ സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A, T, C, G, G, C, A ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസിന് വ്യത്യാസം വന്നാലും അതിൻ്റെ പ്രോട്ടീന് വ്യത്യാസം വരും. DNA-യുടെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിലൂടെയാണ് അത് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു നൈട്രജൻ ബേസിന് വേരിയേഷൻ വന്നാൽ, അപ്പോൾ അതായത് ഇവിടെ നിന്ന് തൈമീൻ പോയി, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു അഡീഷണൽ സൈറ്റോസിൻ വന്നു, ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ പോലും എന്തിന് കാരണമാകും? ആ നൈട്രജൻ ബേസ് സീക്വൻസ് മാറാൻ കാരണമാകും. ആ സീക്വൻസ് ആണ് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേരിയേഷൻ ഉണ്ടാവും. മനസ്സിലായോ? അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. ആ ഒരു ബേസ് പെയറിൽ വരുന്ന വ്യത്യാസം. പോയിന്റ് എന്ന് ഓർത്താൽ മതി. ആ DNA-യിലെ ഒരു പോയിന്റിൽ, ഒരു ബേസിൽ വരുന്ന വ്യത്യാസം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ ആണെങ്കിൽ തൈമീൻ പോവുക, എന്നിട്ട് അവിടെ സൈറ്റോസിൻ വരിക. അല്ലെങ്കിൽ ഒന്നുമില്ലാതിരിക്കുക, അഡിനൈൻ കഴിഞ്ഞാൽ ഗ്വാനിൻ, ഒരു നൈട്രജൻ ബേസ് അങ്ങനെ പോവുക. അല്ലെങ്കിൽ ഒരു നൈട്രജൻ ബേസ് എക്സ്ട്രാ ആഡ് ചെയ്യുക, ഇപ്പോൾ ഗ്വാനിൻ തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അതിന് എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. പോയിന്റ് മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാവുന്ന, ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. ഈ ഡയഗ്രം കണ്ടോ? ഈ ഡയഗ്രത്തിൽ ഈ കാണിച്ചിരിക്കുന്ന ബ്ലഡ് സെൽസ് ആണ്. ഇത് ബൈകോൺകേവ്, ശരിക്കും ബൈകോൺകേവ് ഡിസ്ക് ലൈക്ക് ഷേപ്പാണ് ആർക്കുള്ളത്, നമ്മുടെ RBCക്കുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില RBC കണ്ടോ, ഇങ്ങനെ ചന്ദ്രൻ്റെ പോലെ ഇരിക്കുന്നത്, അരിവാള് പോലെ ഇരിക്കുന്നത്. അങ്ങനെ ഉള്ള ഡിസീസ്, ആ സ്റ്റേജിനാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സിക്കിൾ എന്ന് പറഞ്ഞാൽ കോമ, അതായത് കോമ ഷേപ്പിൽ നമ്മുടെ RBC ബൈകോൺകേവ് ഷേപ്പ് മാറി കോമ ഷേപ്പിലാവുക. അപ്പോൾ RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ക്യാരിയിങ്. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകും. അങ്ങനെ ഒരു ഡിസീസിന് കാരണമാകും.
ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സിക്കിൾ സെൽ അനീമിയ പോയിന്റ് മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസീസാണ്. പോയിന്റ് മ്യൂട്ടേഷൻ, അതായത് സിംഗിൾ ബേസിലുള്ള വ്യത്യാസം. ഇതാ ഇത് കാണിക്കുന്നുണ്ട്. ഒരു ഒറിജിനൽ സീക്വൻസ് വന്നു, ഒരു പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ നൈട്രജൻ ബേസാണ് മാറിയത്. നോക്കിയാൽ ആ മുകളിലത്തെ ഡയഗ്രാം താഴത്തെ നോക്കിയാൽ അറിയാം. 1 2 3 4 5 അഞ്ചാമത്തെ നൈട്രജൻ ബേസിലാണ്, അതാ ഈ നൈട്രജൻ ബേസിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ അത് പോയിന്റ് മ്യൂട്ടേഷനായി. അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ. ഒരു നൈട്രജൻ ബേസിന് വ്യത്യാസം വരിക DNA-യിൽ. DNA എന്ന് പറഞ്ഞാൽ ക്രോമസോമിലാണ് ഇരിക്കുന്നത്, അതായത് DNA-യും പ്രോട്ടീനും കൂടിയാണ് ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന വേരിയേഷനാണ് ഈ പറയുന്നത്. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിലീഷൻ ഓർ addition of base pairs resulting in the shifting of DNA sequence. അതായത് DNA സീക്വൻസ് നേരത്തെ പറഞ്ഞ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് പെയേഴ്സ് ഒരു കൂട്ടമായിട്ട് ഡിലീഷൻ ചെയ്യാം അല്ലെങ്കിൽ അഡീഷൻ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ആ DNA സീക്വൻസ് ഓൾട്ടർ ചെയ്യും. ലോസ് ഓർ ഗെയിൻ, നഷ്ടപ്പെടുക അല്ലെങ്കിൽ നേടിയെടുക്കുക, ഓഫ് DNA സെഗ്മെൻറ്റ് കോസ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ക്രോമസോമൽ അബറേഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ക്രോമസോമിൻ്റെ ഒരു സ്ട്രക്ചർ. ക്രോമസോമൽ അബറേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രോമസോമിലെ ഈ പെർട്ടിക്കുലർ ഭാഗമില്ലേ, ഇതങ്ങ് മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഭാഗത്തുള്ള DNA മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിന് വരുന്ന വേരിയേഷൻ ഒരു വലിയ വേരിയേഷൻ ആയിരിക്കും അത്. അതിന് പറയുന്ന പേരാണ് ക്രോമസോമൽ അബറേഷൻ അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി. പിന്നെയും വരാം. ഇപ്പോൾ 2 ക്രോമസോം ഉണ്ടെങ്കിൽ ഈ ക്രോമസോമിൻ്റെ ഒരു കഷ്ണം മുറിഞ്ഞു പോയി, എന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം. ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഈ ഫസ്റ്റ് ക്രോമസോമിന് അഡീഷണൽ ഒരു DNA സെഗ്മെൻറ്റ് കിട്ടി. അവിടെയും ഫിനോടൈപ്പ് വേരി ചെയ്യും. അതൊക്കെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ ഫ്രെയിം മാറും. എന്തിൻ്റെ ഫ്രെയിം? റീഡിംഗ് ഫ്രെയിം. അതായത് ഇവിടുത്തെ നൈട്രജൻ ബേസ് റീഡിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ACTA ഇതായിരുന്നു ഇവിടുത്തെ റീഡിംഗ് ഫ്രെയിം എന്ന് വിചാരിക്കുക. ഇവിടുത്തെ TA എന്ന് പറയുന്ന ഈ 2 സീക്വൻസ് ഇവിടുന്ന് മുറിഞ്ഞു പോകുന്ന ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ അഡീഷണലി 2 എണ്ണം വന്നു, TA വന്നു, പിന്നെ ACC എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ റീഡിംഗ് ഫ്രെയിം മാറിയില്ലേ? ACTA എന്നായിരുന്നത് AC എന്നായി. റീഡിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആ നൈട്രജൻ ബേസ് സീക്വൻസ് വായിക്കുന്നത്, അതിൻ്റെ ഓർഡർ അത് മാറി. അപ്പോൾ അതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ, റീഡിംഗ് ഫ്രെയിം മാറുക. ക്രോമസോമൽ അബറേഷൻ സാധാരണ ക്യാൻസർ സെൽസിലെ കാണാറുണ്ട്. അബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബറേഷൻ പലതരത്തിലുണ്ട്. ഡിലീഷൻ ഇതിലുണ്ട്. ഇതൊരു നോർമലാണ്. ഇപ്പോൾ ഒരു വാക്ക് എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു നോർമൽ വാക്ക്. അതിൽ BEAST, അതിൽ ഓരോ അക്ഷരവും നൈട്രജൻ ബേസ് ആണെന്ന് വിചാരിക്കുക. നോക്കിയേ, ആ B മാറ്റി അവിടെ ഒരു F വന്നു, അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. B ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ F. അതുപോലെ ഒരു നൈട്രജൻ ബേസ് ഇപ്പോൾ അഡിനൈൻ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ തൈമീൻ, അങ്ങനെ എന്തെങ്കിലും വരാം. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുത്തെ അർത്ഥം തന്നെ മാറി. ഇനി ഒരു ഇൻസേർഷൻ ആണെന്ന് വിചാരിക്കൂ. ഒരു R എന്നുള്ളൊരു അക്ഷരം കൂടി, ഇൻസേർഷൻ. അപ്പോഴും അവിടുത്തെ ആ വാക്കിൻ്റെ അർത്ഥം മാറി. R വന്നപ്പോൾ ബ്രസ്റ്റ് വേറൊരു അർത്ഥമായി. ഇനി ഡിലീഷൻ ആക്കുക, A മാറ്റി എന്ന് വിചാരിക്കുക, അപ്പോൾ അത് ബെസ്റ്റായിട്ട് മാറി. മനസ്സിലായി? ആ റീഡിംഗ് ഫ്രെയിം മാറുക. ഇവിടെ ഇപ്പം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന് പകരം ശരിക്കും എന്താണ്? നൈട്രജൻ ബേസിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇൻവേർഷൻ. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞ് പിടിക്കുക. അതായത് BEAST എന്നായിരുന്ന സ്ഥലത്ത് ആ BEATS, ST എന്നുള്ളത് തിരിഞ്ഞു, ST എന്നുള്ള സാധനം തിരിഞ്ഞ് TS എന്നായി. അപ്പോഴും അർത്ഥം മാറി. അതാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ, ഇൻവേർഷൻ, ഇതൊക്കെ ഓരോ തരത്തിലുള്ള മ്യൂട്ടേഷനാണ്. അതായത് നൈട്രജൻ ബേസ് എങ്ങനെ മാറുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നൈട്രജൻ ബേസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അനദർ വൺ. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഡിലീഷൻ ഓഫ് നൈട്രജൻ ബേസസ്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് നൈട്രജൻ ബേസസ്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസസ് ആഡഡ് ഇൻ റിവേഴ്സ് ഓർഡർ, അതാണ് ഇൻവേർഷൻ. നോക്കിയേ, ഒരു പോയിന്റ് മ്യൂട്ടേഷൻ വേഴ്സസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റീഡിംഗ് ഫ്രെയിം എങ്ങനെയാണ്? CAT അതാണ് അവിടുത്തെ റീഡിംഗ് ഫ്രെയിം. ഇനി ഒരു പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? സിക്ക് പകരം G വന്നു. ആ ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നതാണ് G വന്നു, കണ്ടോ? അപ്പോൾ റീഡിംഗ് ഫ്രെയിം എങ്ങനെ മാറി? CAT
GAT, CAT, CAT, CAT. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഉണ്ടാവുന്ന നോർമൽ പ്രോട്ടീനിന് പകരം അവിടെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ, രണ്ടാമത്തെ കേസിൽ അവിടെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ തന്നെ ഉണ്ടായി. അത് അബ്നോർമലാണ്, പക്ഷേ സ്റ്റിൽ ഫങ്ഷനിങ്. അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കാം. വളരെ ചെറിയ സ്ഥലത്താണ് നടത്തുന്നിരിക്കുന്നത്, അല്ല ലെസ് ഇമ്പോർട്ടൻ്റ് ഏരിയയിലാണെങ്കിൽ ചിലപ്പോൾ വലിയ ഇഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. അതുപോലത്തെ തന്നെ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തു, ഏകദേശം അതുപോലത്തെ ഒരു പ്രോട്ടീൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിസ്റപ്റ്റഡ് റീഡിങ് ഫ്രെയിമാണ്. അതായത് CAT ഉണ്ട്, അല്ലെങ്കിൽ CA, അവിടെ T ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ട്രങ്കേറ്റഡ് പ്രോട്ടീൻ, അതായത് ഒരു നോർമൽ അല്ലാത്ത അബ്നോർമൽ പ്രോട്ടീൻ, നോൺ ഫങ്ഷണൽ പ്രോട്ടീൻ ഉണ്ടായി. അപ്പോൾ എവിടെയാണ് മ്യൂട്ടേഷൻ നടക്കുന്നത്, എന്തുമാത്രം നടക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഫീനോടൈപ്പിൽ വ്യത്യാസങ്ങൾ വരും. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ നൈട്രജൻ ബേസ് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തലതിരിഞ്ഞ് പിടിക്കുക, ഇതിനൊക്കെ മ്യൂട്ടേഷൻ എന്നാണ് പറയുക. ഇനി അടുത്തത് മ്യൂട്ടാജൻ. മ്യൂട്ടാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസ് ദാറ്റ് ഇൻഡ്യൂസ് മ്യൂട്ടേഷൻ ആർ കോൾഡ് മ്യൂട്ടാജൻസ്. അതായത് മ്യൂട്ടേഷൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വസ്തുക്കൾ. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന എനിക്ക് മ്യൂട്ടേഷൻ ഉണ്ടാവില്ലോ, അതിന് എന്തെങ്കിലും ഒരു ട്രിഗേഴ്സ് ഉണ്ടാവും, ഒരു കാരണങ്ങളുണ്ടാവും. അതിനെയാണ് മ്യൂട്ടാജൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ള മ്യൂട്ടാജൻസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ മ്യൂട്ടാജൻ, രണ്ട് കെമിക്കൽ മ്യൂട്ടാജൻ. ഫിസിക്കൽ മ്യൂട്ടാജൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഏജൻസ് എന്തൊക്കെയാണ്? UV റേസ്, ആൽഫ റേസ്, ബീറ്റ റേസ്, എക്സ് റേസ്, ഇതിനൊക്കെ നമുക്ക് എക്സ്പോഷർ വരാം. ഇതൊക്കെ ഫിസിക്കൽ മ്യൂട്ടാജനാണ്. ഇതൊക്കെ എന്ത് സംഭവിക്കാം? നൈട്രജൻ ബേസിൻ്റെ സീക്വൻസിനെ മാറ്റാം. ഈ നൈട്രജൻ ബേസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ടെക്സ്റ്റിലുണ്ട്. അഡിനൈൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിനൊക്കെ. അപ്പോൾ നോക്കിയാൽ അറിയാം, സ്ട്രക്ചറലി വളരെ കുറച്ച് വ്യത്യാസങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ പ്യൂരിൻസ് തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റി ഉണ്ട്, പിരിമിഡീഡ്സ് തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് മറ്റൊന്നായി മാറാൻ ചെറിയൊരു റിയാക്ഷൻ നടന്നാൽ മതി. അതിനെ ട്രിഗർ ചെയ്യുന്ന സബ്സ്റ്റൻസസ്, അതാണ് മ്യൂട്ടാജൻ എന്ന് പറയുന്നത്. കെമിക്കൽ മ്യൂട്ടാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റാർഡ് ഗ്യാസ്, ഫീനോൾ, ഫോർമാലിൻ, അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, അമോണിയ, ഇതൊക്കെ കെമിക്കൽ മ്യൂട്ടാജനാണ്. ദിസ് ക്യാൻ ലീഡ് ടു മ്യൂട്ടേഷൻ. അതുപോലെ ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്, ചില വൈറസ്, ക്യാൻസർ കോസിങ് ആയിട്ടുള്ള വൈറസ്, അങ്ങനെയുണ്ട്. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾക്ക് പറയേണ്ടത് ഫിസിക്കൽ മ്യൂട്ടാജൻ, കെമിക്കൽ മ്യൂട്ടാജൻ. വാട്ട് ആർ മ്യൂട്ടാജൻസ് ആൻഡ് വിച്ച് ആർ ദ ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്. ദിസ് ഇസ് ഓൾ അബൌട്ട് മ്യൂട്ടേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഇൻ ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. റീകോമ്പിനേഷനും മ്യൂട്ടേഷനും വേരിയേഷനും കാരണമാണ്. മ്യൂട്ടേഷൻ രണ്ട് തരത്തിലുണ്ട്, പോയിന്റ് മ്യൂട്ടേഷനും ക്രോമസോമൽ അബറേഷനും. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ DNA സീക്വൻസിന് വരുന്ന വ്യത്യാസം, ബേസ് പെയറിന് വരുന്ന വ്യത്യാസം, അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അതിന് എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ ആ ഫിനോടൈപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്ത് ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പ് ആയിട്ടുള്ള RBC എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്പായിട്ട് മാറും. പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ. ഇനി അടുത്തത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഫ്രെയിം ഓൾട്ടർ ചെയ്യുക. അതായത് നൈട്രജൻ ബേസസ് ഒരു കൂട്ടമായിട്ട് ആഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. DNA ഉണ്ടാക്കിയിരിക്കുന്നത് പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ DNA-യിൽ ഓരോ സീക്വൻസസ് ഉണ്ട്, നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ്, അത് വളരെ പെർട്ടിക്കുലറാണ്. അത് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫിനോടൈപ്പിക് വ്യത്യാസങ്ങൾ വരും. ATGC എന്നുള്ളത് അങ്ങനെ തന്നെ വേണം, അല്ലാതെ അത് ACGC ആയാൽ പോലും ഫിനോടൈപ്പ് മാറും. ഇനി അതാണ് ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറയുന്നത്, റീഡിംഗ് ഫ്രെയിം ഓൾട്ടർ ചെയ്യാം. പലതരത്തിലുണ്ടാവാം, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ, ഇൻവേർഷനൊക്കെ മ്യൂട്ടേഷനാണ്. ക്രോമസോമൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ ക്രോമസോമിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരിക, അല്ലെങ്കിൽ എണ്ണത്തിന് വ്യത്യാസം വരാം കേട്ടോ, സ്ട്രക്ചറിന് വ്യത്യാസം വരാം, അതല്ലെങ്കിൽ എണ്ണത്തിന് വ്യത്യാസം വരാം. അതിനാണ് ക്രോമസോമൽ അബറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് 46 ക്രോമസോം ഉണ്ട്. അബറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 46 ക്രോമസോം ഉണ്ട്. എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ്റെ ഫലമായി ഇൻസ്റ്റെഡ് ഓഫ് 46 ഇഫ് വി പോസസ് 47 ക്രോമസോം ദെൻ ഇറ്റ് ഇസ് എ ക്രോമസോമൽ അബറേഷൻ. അപ്പോൾ ഒരെണ്ണം കൂടുതലായി, ആ ക്രോമസോമിൽ മൊത്തത്തിൽ വരുന്ന ചേഞ്ചാണ് അബറേഷൻ എന്ന് പറയുന്നത്. അതും അഡീഷൻ ആവാം, ഡിലീഷൻ ആവാം, അങ്ങനെ ആവാം. അതൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. ന്യൂമറിക്കൽ ചേഞ്ച് ഉണ്ടാവാം, അതാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് 46-ന് പകരം 45 ആവുക, ഒന്ന് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ 47 ആവുക, ഒന്ന് കൂടി പോവുക, അതൊക്കെ ക്രോമസോമൽ അബറേഷനാണ്. അത് ന്യൂമറിക്കൽ ചേഞ്ചാണ്. അതേസമയം ഒരു കഷ്ണം ആഡ് ചെയ്യുക, ഒരു കഷ്ണം ഡിലീറ്റ് ചെയ്യുക, ഒന്ന് തിരിഞ്ഞു വന്ന് ജോയിൻ ചെയ്യുക, അതൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. മനസ്സിലായോ? ഇനി മ്യൂട്ടാജൻ, ഏജൻസ് വിച്ച് കോസസ് മ്യൂട്ടേഷൻ ആർ കോൾഡ് മ്യൂട്ടാജൻസ്. ടൈപ്സ് ഓഫ് മ്യൂട്ടാജൻ, ഫിസിക്കൽ മ്യൂട്ടാജനും ഉണ്ട്, കെമിക്കൽ മ്യൂട്ടാജനും ഉണ്ട്.
ഫിസിക്കൽ UV റേസ്, എക്സ്റേസ് അങ്ങനത്തെയൊക്കെ നമ്മൾ എക്സ്പോഷർ നടത്തുന്നത്. കെമിക്കൽ മ്യൂട്ടാജൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ലൈക്ക് മസ്റ്റാർഡ് ഗ്യാസ്, ഫീനോൾ, ഫോർമാലിൻ, അസറ്റിക് ആസിഡൊക്കെ. ഇതിലെല്ലാം ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് എഴുതി വയ്ക്കണം. എക്സാമ്പിൾ ടെക്സ്റ്റിൽ മ്യൂട്ടാജൻ്റെ എക്സാമ്പിൾ ഈ കാണുന്നത് എഴുതി വയ്ക്കുക. ഇത്രയുമാണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് പറയാനുള്ളത്.